നമസ്കാരം. പാകിസ്ഥാന് സ്വന്തം നിലയ്ക്ക് യാതൊന്നും ചെയ്യാനുള്ള ചങ്കൂറ്റമില്ലെങ്കിലും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്നതുപോലെ ആരുടെ കയ്യിൽ നിന്നൊക്കെ അടി ഇരന്നു വാങ്ങിയാലും കുറ്റം മൊത്തം ഇന്ത്യക്കാണ്. പാകിസ്ഥാന്റെ ഭീകരവാദ നയങ്ങൾ ഇന്ത്യക്കെതിരായ ദീർഘകാല രക്തരൂക്ഷിത യുദ്ധമാണ്. അതിനോട് അന്ധമായ സഹിഷ്ണുതയല്ല, ശക്തമായ പ്രതികരണമാണ് ഇന്ന് ഇന്ത്യയുടെ മറുപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലം ഈ നിലപാടിന്റെ പ്രതീകമായി മാറി. രാജ്യസുരക്ഷ എന്ന വാക്ക് രാഷ്ട്രീയ മുദ്രാവാക്യവും പ്രചരണ ആയുധവും മാത്രമല്ല, അതൊരു ആത്മാഭിമാനത്തിന്റെ വാക്കായും മാറിയിരിക്കുന്നു ഇന്ത്യക്ക്. സർജിക്കൽ സ്ട്രൈക്ക് മുതൽ ബാലാകോട്ട് ആക്രമണം വരെ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ സമീപനത്തിന് മോദി ഒരു പുതിയ മുഖം നൽകി. അതുതന്നെയാണ് പാകിസ്ഥാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. ഇന്ത്യയോട് ഇനി കളിയൊന്നും നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ നാവുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധം സ്വന്തം വർഗത്തെ പോലും കണ്ടാൽ ഉറക്കെ കുരയ്ക്കുന്ന നായ്ക്കളുടേതുപോലെ വിവേകശൂന്യമായി മാറിക്കഴിഞ്ഞു. താലിബാൻ നേതാവ് ഇന്ത്യ സന്ദർശിച്ചത് മുതൽ പാക്കികൾക്ക് നെഞ്ചിടിച്ചു തുടങ്ങി. മതത്തിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന നെറുകേടിന്റെ മുഖംമൂടി കൂടി അഴിഞ്ഞു വീഴാൻ പോകുന്നു എന്ന തിരിച്ചറിവും, തിരിച്ചടി കിട്ടിയാൽ ഇനി ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റുമെന്നുള്ള വാക്ക് അക്ഷരം പ്രതി സത്യമാകുമെന്നുള്ളതും പാകിസ്ഥാന്റെ മേൽ പാമ്പു കടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണതുപോലെയായി. ഇന്ത്യയുടെ കേവലം ആയുധം മാത്രമാണ് താലിബാൻ എന്നും ഇന്ത്യ പിന്നിൽ നിന്ന് കളിക്കുകയാണ് എന്നുമുള്ള ആരോപണമായിരുന്നു പെറുക്കിക്കൂട്ടിയ തീവ്രവാദികളുടെയും തിരിഞ്ഞോടിയ സൈനികരുടെയും തോത്തുകൂട്ടിയ ആയുധങ്ങളുടെയും മിസൈലുകളുടെയും മുന്നിൽ നിന്ന് പാക്കികൾ നിലവിളിച്ചത്. അന്നേ ഇന്ത്യ പറഞ്ഞതാണ് പാക്കികളെ തുടച്ചു മാറ്റാൻ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ള തണ്ടല് ഇന്ത്യക്കുണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള താലിബാൻ സംഘർഷത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന പാക് ആരോപണം തള്ളി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദും രംഗത്തു വന്നു. പാകിസ്ഥാന്റെ ആരോപണം അടിസ്ഥാനരഹിതവും യുക്തിരഹിതവും അസ്വീകാര്യവുമാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ വിദേശ രാജ്യങ്ങളുമായി സ്വതന്ത്രമായിട്ടാണ് ബന്ധങ്ങൾ പുലർത്തുന്നതെന്നും ദേശീയ താൽപര്യങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും അഫ്ഗാന്റെ മണ്ണ് മറ്റു രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് താലിബാന്റെ നയമല്ല എന്നും ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ അഫ്ഗാൻ ഇന്ത്യയുമായി ബന്ധം പുലർത്തുന്നു എന്നും താലിബാന്റെ ദേശീയ താൽപര്യങ്ങളുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ആ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് അൽ ജസീറയോട് പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളാണെന്നതിനാൽ തന്നെ ഇടയിലുള്ള സംഘർഷങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല എന്നും ബന്ധം പരസ്പര ബഹുമാനത്തിലും നല്ല അയൽപക്ക തത്വങ്ങളിലും അധിഷ്ഠിതമായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ പാലിക്കാത്തത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കരാർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന് തുർക്കി, ഖത്തർ പോലുള്ള മധ്യസ്ഥ രാജ്യങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ ഉൾപ്പെടെ ഒരു രാജ്യത്തിനെതിരെയും സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നതല്ല അഫ്ഗാനിസ്ഥാന്റെ നയമെന്ന് വ്യക്തമാക്കിയ താലിബാൻ മന്ത്രി, ആക്രമിക്കപ്പെട്ടാൽ അഫ്ഗാനികൾ തങ്ങളുടെ മാതൃരാജ്യത്തെ ധീരമായി പ്രതിരോധിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇത് പാകിസ്ഥാനികൾക്കുള്ള അവസാന താക്കീതാണ്. കയ്യിലിരിപ്പ് കൊണ്ട് വാങ്ങിക്കൂട്ടുന്നതിന് ഇന്ത്യ എന്തു പിഴച്ചു? ഇന്ത്യക്ക് തരാനുള്ളത് തരാൻ നന്നായി അറിയാം. അതിനു തക്ക സായുധ സേനയും ആയുധ ശേഖരവും ഇന്ത്യക്ക് സ്വന്തമായി ഉള്ളപ്പോൾ താലിബാൻ തരുന്നതിലും വലുത് തരാൻ ഇന്ത്യക്ക് ആരുടെയും പിൻബലം ആവശ്യമില്ല. പാകിസ്ഥാൻ പ്രതിദിനം പുതിയ ഗൂഢാലോചനകളുമായി രംഗത്തെത്തുമ്പോഴും ഇന്ത്യയുടെ പ്രതികരണം വ്യക്തമാണ്. നമ്മുടെ ദേശത്തിനെതിരായാൽ പ്രത്യാഘാതം ഉറപ്പ് എന്ന്. മോദിയുടെ ഭരണകാലം ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ ഒരു സുരക്ഷാ ശക്തിയായി മാറ്റിയിരിക്കുന്നു. ഇനി ഭീഷണികൾ വരുമ്പോൾ ഇന്ത്യ മറുപടി പറയുന്നത് വാക്കുകൾ കൊണ്ടല്ല, പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് ഇനിയെങ്കിലും പാക്കുകൾ പ്രകോപിപ്പിക്കുമ്പോൾ ഓർത്താൽ നല്ലത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച